SSLC, ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. ഹലോ, ഗുഡ് ഈവനിങ്. സ്വർണ്ണക്കടത്ത് കാലത്ത് സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിന്റെ സമസ്ത തലങ്ങളും അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ വരണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതേ കേന്ദ്ര ഏജൻസികളുടെ ആക്രമണോത്സുകത കൂടിയെന്നും ആ ആക്രമണോത്സുകത പുകപടലങ്ങൾ സൃഷ്ടിച്ചുള്ള പൂഴിക്കടകനാണെന്നുമാണ് ഇന്ന് ആരോപിക്കുന്നത്. എൻകൗണ്ടർ ആരംഭിക്കുന്നു. സ്വാഗതം. Encounter is #1 election channel 24. കേന്ദ്രത്തിലെ ഭരണകക്ഷിയുടെ സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമം. അതിനായി തങ്ങളുടെ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ മാനസിക ചാഞ്ചല്യം അന്വേഷണ ഏജൻസികൾ മുതലെടുക്കുകയാണ്. നിയമവശം ഇങ്ങനെയായിരിക്കെ കേസിൽ കക്ഷിയല്ലാത്ത കസ്റ്റംസ് കമ്മീഷണർ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങളെയും സ്പീക്കറെയും അപകീർത്തിപ്പെടുത്തുക എന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തോടെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പാടില്ല എന്നും ജനമനസ്സുകളിൽ വിഭ്രാന്തിയും ആശങ്കയും നിലനിൽക്കണമെന്നും BJPയും കോൺഗ്രസും ഒരുപോലെ ആഗ്രഹിക്കുന്നു. ഈ അന്വേഷണ ഏജൻസിയിലെ വഴിവിട്ട് പ്രവർത്തിക്കുന്ന അത്തരം ആൾക്കാരോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. നെഞ്ചു വിരിച്ച് ഞങ്ങളത് പറയും. ആരുടെ മുന്നിലും തലകുനിക്കാതെ ഞങ്ങളത് പറയും. നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള കുതന്ത്രങ്ങൾ പയറ്റിയാലും ഈ നാട് ഞങ്ങളെ കുറ്റപ്പെടുത്തില്ല. കാരണം ഞങ്ങളുടെ ജീവിതം അവരുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 32 നാൾ. 24ന്റെ 2 സർവേകളടക്കം പിണറായി വിജയൻ സർക്കാരിന്റെ തുടർഭരണ സാധ്യത പ്രവചിച്ച 4 സർവേ ഫലങ്ങൾ. കടുത്ത ഭരണവിരുദ്ധ വികാരമില്ലെന്ന സർവേ ഫലം പുറത്തുവന്ന നാളുകൾക്കുള്ളിൽ ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസിന്റെ നിർണായക നീക്കം. മുഖ്യമന്ത്രിയെയും സ്പീക്കറെയും പേര് ചൊല്ലി പ്രതി കൊടുത്ത രഹസ്യമൊഴി സൂചിപ്പിച്ച് ഹൈക്കോടതിയിൽ മറ്റൊരു കേസിന്റെ ഭാഗമായ സത്യവാങ്മൂലം. മൊഴിയെടുക്കാനായി ഹാജരാകാൻ സ്പീക്കർക്ക് നോട്ടീസ്. ലൈഫ് മിഷൻ കിക്ക് ബാക്കായി സന്തോഷ് ഈപ്പൻ കൗൺസിലർ ജനറൽ നൽകിയ ഐഫോണുകളിൽ ഒന്ന് മുൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയുടെ പക്കലുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി ചോദ്യം ചെയ്യലിന് നോട്ടീസ്. അന്വേഷണ ഏജൻസികൾ UDF BJP സഖ്യത്തിന് വിടുവേല ചെയ്യുകയാണ് എന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി CPMനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട കസ്റ്റംസ് കമ്മീഷണർക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ഒരു മാസം അകലെ നിൽക്കെ പൂഴിക്കടകനുമായി പോൾക്കളം നിറയുകയാണോ പ്രതിപക്ഷത്തിനു വേണ്ടി അന്വേഷണ ഏജൻസികൾ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. രാഷ്ട്രീയം കടത്തുകയാണോ അന്വേഷണ ഏജൻസികൾ? CPMന്റേത് ഇരവാദങ്ങളോ? അതിഥിയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് A. സമ്പത്ത്, RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം NK പ്രേമചന്ദ്രൻ MP, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. ആദ്യം അഡ്വക്കേറ്റ് A. സമ്പത്തിലേക്ക്. അഡ്വക്കേറ്റ് A. സമ്പത്ത്, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം കേന്ദ്രത്തിലെ ഭരണകക്ഷിയുടെ സങ്കുചിത രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കാൻ പ്രതിയുടെ മാനസിക ചാഞ്ചല്യം മുതലെടുക്കുന്നുവെന്നാണ്. പ്രതിയായ സ്വപ്ന സുരേഷിന് ഭ്രാന്താണ് എന്നാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ട സ്വപ്ന സുരേഷിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഈ CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയുടെ കയ്യിൽ ഐഫോൺ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ ആയിരിക്കുമല്ലോ കസ്റ്റംസ് തെളിയിച്ചിട്ടുണ്ടാവുക. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് കസ്റ്റംസിന്റെ അന്വേഷണം നിർത്തിവെക്കുക സാധ്യമാണോ? ശ്രീ സമ്പത്ത്. ഡോക്ടർ അരുണിനോടുള്ള എല്ലാ സ്നേഹ ബഹുമാനങ്ങളോടും കൂടി തന്നെ പറയട്ടെ, ഇന്ന് ഈ യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഇത് BJPയുടെ ചട്ടുകമായി പ്രവർത്തിക്കുക എന്നതാണ്. അപ്പോൾ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്തൊരു വാക്ക് ഇവിടെ അരുൺ ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഞങ്ങൾ പറയാത്തൊരു വാക്കിനെ പറഞ്ഞതായി ദയവായി അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. നമ്മളിവിടെ ഇത്തരം ചർച്ചകളിൽ മുമ്പ് ഈ ഖുറാൻ കടത്തും പിന്നീട് ഈന്തപ്പഴത്തിലെ കുരുവിനെയും സംബന്ധിച്ചെല്ലാം ഒരുപാട് ദിവസം ചർച്ച ചെയ്ത് ജലീൽ കുരുക്ക് മുറുകിയോ എന്നെല്ലാം അങ്ങനെയെല്ലാം നമ്മൾ ഒരുപാട് വൈകുന്നേരം നമ്മൾ ഇരുന്നതാണ്. ഇന്ന് ഇപ്പോ ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഒരു ദിനപത്രം ദ ഇന്ത്യൻ എക്സ്പ്രസ് അവര് ഒരു വാർത്ത ഇന്ന് പുറത്തുവിട്ടിട്ടുള്ളത് അരുണിന്റെയും കൂടി ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടാവും. അതിലെന്താണ് അവർ പറയുന്നത്? അവര് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആണല്ലോ ഈ കാര്യവുമായി ബന്ധപ്പെട്ട്. ഇതിൽ ഏത് ഏജൻസിയെക്കാളും അവരെ എല്ലാം എൻകംപാസ് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ഏറ്റവും കൂടുതൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒരുപക്ഷെ രാജ്യദ്രോഹ രാജ്യവിരുദ്ധപരമായിട്ടുള്ള ഏറ്റവും കൂടിയ ക്രിമിനൽ കുറ്റങ്ങളോ അതിൽ സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഭീകരവാദ പ്രവർത്തനമുണ്ട് എങ്കിൽ അതെല്ലാം ഇവിടെ ഇങ്ങനെ ചർച്ചകളിലെല്ലാം പല ആളുകളും പറഞ്ഞതാണ് ഇത്തരം കാര്യങ്ങൾ. അതിപ്പോ ഞാനായി അത് ആവർത്തിക്കുന്ന ഒന്നുമല്ല. അപ്പോ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഇൻ അവർ എക്സാമിനേഷൻ നോ സച്ച് തിങ് ഹാസ് കം ഫോർത്ത്. സ്വപ്ന സുരേഷ് ഹാസ് നോട്ട് മെയ്ഡ് എനി സച്ച് ക്ലെയിം ടു അസ്. ഇതാണ് NIA പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച്. ഇനി കസ്റ്റംസ് പറഞ്ഞതാണ് ഇക്കാര്യങ്ങളിലെല്ലാം എടുക്കുന്നത് എങ്കിൽ നിയമപരമായ ഇപ്പോൾ ഇതിൽ ഞങ്ങൾ 3 പേരും വക്കീലന്മാരാണല്ലോ. എന്റെ സുഹൃത്തുക്കള് ഇപ്പോൾ ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം ശ്രീ NK പ്രേമചന്ദ്രനും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനുമെല്ലാം സ്വാഭാവികമായി അവരും പറയട്ടെ. ഇവിടെ ഒരു CRPC 164 സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു കാര്യത്തിലാണ് എങ്കിൽ അവിടെ കക്ഷിയല്ലാത്തതായിട്ടുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയിലെ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ അതിനകത്ത് കക്ഷിയല്ല. അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അഫിഡാവിറ്റ് ആ കോടതിയിലേക്ക് എത്തും. 164 സ്റ്റേറ്റ്മെന്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആവാം, കൺഫെഷൻ ആവാം. അതിൽ CRPCയിൽ ഒരിടത്തും 164ന്റെ സ്റ്റേറ്റ്മെന്റ് എന്ത് എന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. എങ്കിലും ഞാനത് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ കസ്റ്റഡിയിലൊക്കെ ഉള്ള ആളുകളെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ അരുൺകുമാർ കുറെ നാളെങ്കിലും അങ്ങനെ ലോക്കപ്പിലും പോലീസ് കസ്റ്റഡിയിലും ഒക്കെ വിദ്യാർത്ഥി ജീവിതകാലത്ത് ഇരുന്നിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് പലപ്പോഴും ബോധ്യപ്പെടും എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ളവർക്ക് മിക്കവാറും അതെല്ലാം നന്നായി ബോധ്യപ്പെടുന്നതാണ്. അത്തരത്തിലുള്ള കാലങ്ങളിൽ കൂടിയാണ് കടന്നു വന്നിട്ടുള്ളത് എങ്കിൽ ഭീഷണികൾ എങ്ങനെ ഉണ്ടാവാം, പ്രലോഭനങ്ങൾ എങ്ങനെ ഉണ്ടാവാം, ബന്ധുമിത്രാദികളെ കാട്ടിക്കൊണ്ടുള്ള ചിലപ്പോൾ അത്തരത്തിലുള്ള ഭീഷണികളെല്ലാം അങ്ങനെ അത് മക്കളെ മരുമക്കളെ അല്ലെങ്കിൽ അങ്ങനെ പലരെയും എല്ലാം കേസിൽപ്പെടുത്തുക എന്നൊക്കെ ഉള്ളത് എന്റെ കുടുംബത്തിൽ അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ അറസ്റ്റിനായി വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് സ്വന്തം മകനെ പിടികൂടി കൊണ്ടുപോയി അങ്ങനെ ആഴ്ചകളോളം ലോക്കപ്പിലിട്ടിരുന്നതും പീഡിപ്പിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഞാൻ അതിന്റെ ആ പേരുകളിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാനല്ല സമ്പത്ത്, ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. അങ്ങ് പറഞ്ഞതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന് മുമ്പ് അങ്ങ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ മുഖ്യമന്ത്രി ഇന്ന് പറയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചുവെന്ന്. അതെന്താണെന്ന് അങ്ങ് വ്യക്തമാക്കിയാൽ കൊള്ളാം. അല്ല, അരുണ് പറഞ്ഞു വന്നത് എന്താണ്? അരുൺ പറഞ്ഞു വന്നത് ഇങ്ങനെ ഞങ്ങൾ ആരെയോ വ്യക്തിപരമായി അത് ആ അരുണിന്റെ വാചകം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിലിപ്പോൾ പ്രതിയായിട്ടുള്ള ഒരു വനിതയെ ഞങ്ങൾ ആരോ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ തേജോവധം ചെയ്യുന്നു എന്ന് ധ്വനിപ്പിക്കുന്നത് പോലെയാണ് അരുൺ പറഞ്ഞത്. ഒരു നിമിഷം നമുക്കതൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രി ഈ വാചകം പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. കേന്ദ്രത്തിലെ ഭരണകക്ഷിയുടെ സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമം. അതിനായി തങ്ങളുടെ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ മാനസിക ചാഞ്ചല്യം അന്വേഷണ ഏജൻസികൾ മുതലെടുക്കുകയാണ്. പ്രതിയുടെ മാനസിക ചാഞ്ചല്യം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രതിയുടെ മാനസിക ചാഞ്ചല്യം ഈ അന്വേഷണ ഉപയോഗപ്പെടുത്തുന്നു. അല്ലല്ല അരുണേ, അരുണേ, ഒരു വാക്ക് കൂടി അരുൺ അതിനകത്ത് പറഞ്ഞു. ആ പറഞ്ഞ വാക്ക് അരുൺ അങ്ങ് വിഴുങ്ങാതെ. അല്ലല്ല, മാനസിക ചാഞ്ചല്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? അല്ലല്ല, മാനസിക ചാഞ്ചല്യം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നുള്ളത് അല്ലല്ല. അല്ല ഡോക്ടർ അരുണേ, വൈ ഷുഡ് യു ഷോ ഓൾ ദീസ് ആങ്കർ ടുവേർഡ്സ് മീ? ഐ ആം നോട്ട് ഇൻ യുവർ ആങ്കർ റൂം. മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് അരുൺ അങ്ങനെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നൊക്കെ കുത്തി തിരികണോ അരുണെ? അല്ലല്ല, ഞാൻ കാരണങ്ങളാലും അല്ലല്ല, ആ അർത്ഥം അങ്ങനെ എടുക്കണ്ട. പറയാത്തൊരു കാര്യം ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇത് തന്നെയാണ്. അരുൺ നിന്ന് നിൽക്കുന്നത് എവിടെയാണ്? അരുൺ നിൽക്കുന്നത്
ഒരു കഥാ തിരക്കഥാ സംവിധാനം, സംഭാഷണം, ഗാനങ്ങൾ, വിതരണം BJPയും അതിന്റെ A ക്ലാസ് തിയേറ്ററുകളായി UDF നിൽക്കുന്നിടത്താണ് അരുൺ ഇപ്പൊ നിന്ന് കാണുന്നത്. ഞാൻ അതിനെയാണ് പക്ഷെ അതിന്റെ മൂലകഥ എഴുതിയത് നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രിയാണ്. അതിന്റെ മൂലകഥ എഴുതിയത് നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രിയാണ്. ഈ അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്ന് ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു മൂലകഥ എഴുതി കേന്ദ്ര സർക്കാരിന് കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ ശ്രീ സമ്പത്ത്? എന്നിട്ട് ഇപ്പൊ പ്രതിയുടെ മാനസിക ചാഞ്ചല്യം, അങ്ങ് പറയൂ, പ്രതിയുടെ മാനസിക ചാഞ്ചല്യം എന്നുള്ളതിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അരുണെ, ഒറ്റ കാര്യം, യു ഓൾസോ ഹാവ് ഗോട്ട് എ ഡോക്ടറേറ്റ് അല്ലേ, ഫ്രം എ വെരി റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. മാനസിക ചാഞ്ചല്യം എന്നത് ഭ്രാന്ത് എന്നുള്ള നിലയിലേക്ക് അതാണോ എന്റെ ചോദ്യം? അങ്ങനെയാണോ പറയുന്നത് എന്നായിരുന്നു എന്റെ ചോദ്യം. ഞാൻ കൺഫർമേറ്റീവായിട്ടല്ല ചോദിച്ചത്. അങ്ങനെയാണോ മുഖ്യമന്ത്രി ഇതിനെ നേരിടാൻ പോകുന്നത് എന്നതായിരുന്നു ചോദ്യം. അങ്ങ് വിശദീകരിച്ചാൽ തീർന്നു, അത്രേ ഉള്ളൂ. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എന്താ മുഖ്യമന്ത്രി ഭരണഘടനയുടെ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നത്? ഇത് വിദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു സംഭവം അത് തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ അതിന്റെ അന്തർദേശീയ മാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയാണ്, മറ്റാർക്കുമല്ല കത്തെഴുതിയത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അങ്ങനെയാണ് വന്നത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് മുകളിലായി പരുന്തിന് മുകളിൽ പറക്കുന്നതായ ഒരു കാക്ക നമ്മുടെ നാട്ടിലില്ലല്ലോ. ഉണ്ടോ? പരുന്തിന് മുകളിലായി പറക്കുന്നതായി മറ്റേതെങ്കിലും ഒരു പക്ഷിയെ ഇന്നുവരെ നമ്മുടെ നാട്ടിൽ നമ്മൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഇന്ത്യക്ക് പുറത്തടക്കമുള്ള ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് അപ്പോഴാണ് നമ്മുടെ ഒരു സഹമന്ത്രി ഇക്കാര്യത്തിൽ ആദ്യം മുതലേ തന്നെ പറയുന്നുണ്ടല്ലോ. ആ സഹമന്ത്രിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തോടുള്ള ആ ഒരു ബഹുമാനമെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞുവല്ലോ, ആദ്യം മുതൽ എന്താ പറയുന്നത്? ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല. ലോക്സഭയിൽ തന്നെ മറുപടി, പാർലമെന്റ് അംഗം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹം അടക്കം കേട്ടതാണല്ലോ ഇക്കാര്യം. ഏതാ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ളത്? ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ളത് ഇങ്ങനെ തന്റെ സഹപ്രവർത്തനായിട്ടുള്ള യൂണിയൻ സഹമന്ത്രി അങ്ങനെ ധനകാര്യ മന്ത്രി തന്നെ പാർലമെന്റിൽ അത്തരത്തിൽ മറുപടി പറയുമ്പോഴെങ്കിലും അദ്ദേഹം ഇക്കാര്യത്തിൽ എന്താണ് വളരെ ബോധപൂർവം ഇക്കാര്യത്തിൽ ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടോ അരുണെ? എങ്കിൽ അതൊന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെയും എന്റെയും എല്ലാവരുടെയും ചുമതല തന്നെയാണ്. എന്താ, ഈ അന്വേഷണത്തിന് വന്ന ആളുകൾ, ആ അന്വേഷണത്തിന് വന്ന ആളുകളെക്കാൾ NIA-യേക്കാൾ രാജാവിനേക്കാൾ രാജഭക്തി കാണിച്ചുകൊണ്ട് മറ്റു പല ആളുകളും കസ്റ്റംസിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നുള്ളത് അങ്ങനെ കുറെ ചർച്ചയെല്ലാം നടന്നല്ലോ. അപ്പോ അതുമായി ബന്ധപ്പെട്ട് എന്താണ്, അപ്പോ അതിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ പറയണം, ജോയിന്റ് കമ്മീഷണർ അസിസ്റ്റന്റ് കമ്മീഷണർ, ഞാൻ അത് എന്നെ തിരുത്തിക്കൊള്ളുക. അപ്പൊ അങ്ങനെ വിളി വന്നിട്ടില്ല എന്ന് പറയുന്നു. അപ്പോ നേരെ ട്രാൻസ്ഫറായി. അത് കഴിഞ്ഞ് 10 ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫറായി. തെക്ക് വടക്കനെ ട്രാൻസ്ഫർ എല്ലാം ആ വിധത്തിലെല്ലാം നടത്തുകയാണ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് BJPക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങളുടെ ED, സമ്പത്ത്, ഞാൻ മറ്റതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യങ്ങളാണ്. പക്ഷേ ശ്രീ സമ്പത്ത്, എൻ്റെ ഒരു സംശയം ഇതാണ്, ഈ ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ടല്ല ഈ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഈ കസ്റ്റംസ് കൊടുത്തിരിക്കുന്നത് ഈ സത്യവാങ്മൂലം. അത് നേരത്തെ ഈ കീഴ്ക്കോടതിയുടെ ഈ സ്വപ്ന സുരേഷിന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് കരുതി കൊടുത്തിരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട ക്രിമിനൽ മിസ്ലീനിയസ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന ഘട്ടത്തിൽ, DIG ഫയൽ ചെയ്യുന്ന ഘട്ടത്തിലാണ് അതിന് മറുപടിയായി ഈ കസ്റ്റംസ് കമ്മീഷണർ ആ പരാതി ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നത്. ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 164 പറഞ്ഞിരിക്കുന്നത് എന്നാണ്? ഡിസംബർ മാസം 3-ാം തീയതിയാണ്. അത് സാമ്പത്തിക വിചാരണ കോടതിയുടെ മുൻപാകെയാണ്. അത് ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ മുൻപിൽ കൊടുത്ത മൊഴിയല്ല. ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുത്തിരിക്കുന്ന ഒരു രഹസ്യമൊഴി, 164 ഉള്ള രഹസ്യമൊഴി. ആ രഹസ്യമൊഴിയാണ് സത്യവാങ്മൂലത്തിൽ തങ്ങളുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി. രഹസ്യമൊഴി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടുമല്ലോ ശ്രീ സമ്പത്ത്. ഈ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്ത രഹസ്യമൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടുമല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ രഹസ്യമൊഴി ഉപയോഗിച്ചുകൊണ്ട് പ്രതിയുടെ പേരെ ചാർത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടർ സാധ്യമാണല്ലോ. ആ രഹസ്യമൊഴി ഇവിടെ മറ്റൊരു കേസിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് CBI. അതിന് നിയമപരമായി എവിടെയാണ് തെറ്റുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എൻ്റെ സംശയം അതല്ല, ഇത് ഹൈക്കോടതിയിൽ ഈ കസ്റ്റംസ് സമർപ്പിക്കാൻ പാടില്ലായിരുന്നു. അതാണോ സർക്കാരിന്റെ വാദം? തെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട് എന്ന് കരുതി ഐഫോണിന്റെ IME നമ്പർ കൃത്യമായിട്ട് സിം ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് വിനോദിനിയാണ് എന്ന ഈ കസ്റ്റംസ് കണ്ടെത്തിയാൽ അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കട്ടെ. അത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പെരുമാറ്റച്ചട്ടം കസ്റ്റംസിന് ബാധകമാകുന്നത് എങ്ങനെയാണ് ശ്രീ സമ്പത്ത്? ഇവിടെ ഒരു ഐഫോണുമായി ബന്ധപ്പെട്ട് ആ ഐഫോൺ ഇപ്പോൾ താങ്കൾ പറഞ്ഞ വ്യക്തിയാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് കസ്റ്റംസിന് അങ്ങനെ അവർക്ക് അത്തരത്തിൽ സംശയമുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ അതെല്ലാം നടക്കട്ടെ.
ഞാൻ ആ വിഷയത്തിലേക്ക് ചുരുക്കാനല്ല ആഗ്രഹിക്കുന്നത്. അരുൺ ഇവിടെ ചോദിച്ചതായ ഒരു പ്രസക്തമായ ചോദ്യം, ആ ചോദ്യത്തെ സംബന്ധിച്ച് ഇവിടെ മുതിർന്ന അഭിഭാഷകർ കൂടിയായിട്ടുള്ള രണ്ടുപേരുണ്ട്, മൈ ലേണഡ് ഫ്രണ്ട്സ്. അവർ കൂടി ഇക്കാര്യത്തെക്കുറിച്ച് പറയട്ടെ. ഞാൻ പറയുന്നതിൽ പിശകാണെങ്കിൽ അവരെന്നെ തിരുത്തട്ടെ. ഞാനത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യാം, തുറന്ന മനസ്സോടുകൂടി. തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലൊരു വിവാദത്തിനോ തർക്കത്തിനോ അല്ല. 164 CRPC ക്രിമിനൽ നടപടി ചട്ടത്തിലെ 164 സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ചാണ് അരുൺ ഇവിടെ പറഞ്ഞത്, ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് തന്നല്ലോ. ആ 164 സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് അത് കൺഫെഷനും ആവാം, സ്റ്റേറ്റ്മെന്റും ആവാം. അത് ആ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ആ സ്റ്റേറ്റ്മെന്റ് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഡെഫിനേഷൻ്റെ അടുത്ത് കൊടുത്തിട്ടില്ല എങ്കിലും അതൊരു ജുഡീഷ്യൽ ഓഫീസറുടെ മുമ്പിലേക്ക് വരുന്നത്. ഇത് വാലിഡ് ആവുന്നതായിട്ടുള്ള കാര്യങ്ങൾ 164 സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആവുന്നത് എപ്പോഴാണ്? ആ വിറ്റ്നസ്, അങ്ങനെയാണ് പറയുക ഞങ്ങളുടെ വക്കീലന്മാരുടെ ഭാഷയിൽ, if that witness supports his or her own 164 statement at the time of evidence എന്നുള്ള നിലയിലേക്ക്. പിന്നെ വരുന്നത്, if that witness becomes hostile, ഈ 164 statement it loses its validity in the court and the court can take action against him or her. അത് 164 statement becomes a public document. ഇതാണ് അരുണിന്റെ ചോദ്യത്തിലെ പോയിന്റ് ബ്ലാങ്ക് ആയി ഏറ്റവും പ്രസക്തമായ മറുപടി. 164 statement become a public document only after police applies for its copy. When police gets its copy, then onwards it became a public document. Before police applies for it, it will not be a public document. ഇപ്പോൾ പോലീസിന് the police charge sheet, ആ പോലീസ് ചാർജ് ഷീറ്റിന് ഒപ്പമാണ് 164 സ്റ്റേറ്റ്മെന്റ് കൂടുതൽ ആയിട്ട് അത്തരം കാര്യങ്ങളുമായി അറ്റാച്ച് ചെയ്ത് വരുന്നത്. ഈ 164 സ്റ്റേറ്റ്മെന്റ് ഒരു കോടതിയിൽ കൊടുത്തിട്ടുള്ളത് അരുൺ തന്നെ പറഞ്ഞു രഹസ്യമൊഴിയാണെന്ന് പറഞ്ഞു. ആ രഹസ്യമൊഴി അത് ആരാണ് അവിടുത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ? അത് എന്റെ കയ്യിലേക്കോ മറ്റാരുടെയെങ്കിലും കയ്യിലേക്കോ മറ്റേതെങ്കിലും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ കയ്യിലേക്കോ അതിലേതെങ്കിലും ഉദ്യോഗസ്ഥന്റെ കയ്യിലേക്കോ പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട് ശ്രീ സമ്പത്ത്. പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഈ വാദത്തിന് പ്രേമേന്ദ്രൻ മറുപടി പറയണം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങ് ആ സത്യവാങ്മൂലം വായിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സബോർഡിനേറ്റ് ഓഫീസർക്ക് വേണ്ടി ഈ കമ്മീഷണറായ സുമിത് കുമാർ എന്ന ഞാൻ ഈ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ഓഫീസർക്ക് വേണ്ടി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കസ്റ്റംസ് വകുപ്പിനെതിരെ ഈ DIG കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹർജിയിന്മേൽ എന്തുകൊണ്ടാണ് കമ്മീഷണർക്ക് അതിന് മറുപടി നൽകാൻ കഴിയാതെ പോകുന്നത്? നിയമപരമായി അതിനൊരു തെറ്റുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 164 സ്റ്റേറ്റ്മെന്റ് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി കോടതിയിൽ നിന്ന് എടുക്കുമ്പോഴാണ്. അത് കിട്ടിയിട്ടുണ്ട് ഇവിടെ കസ്റ്റംസിന്. ആ കസ്റ്റംസ് കിട്ടിയിരിക്കുന്ന അന്വേഷണ ഏജൻസിയായ കസ്റ്റംസ് ആ 164 സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഭാഗം തങ്ങളുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി കോടതിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെ കിട്ടി എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരാണ്. ഞാൻ അതിലേക്ക് വരാം ശ്രീ സമ്പത്ത്. എനിക്ക് പ്രേമേന്ദ്രനിലേക്ക്, എനിക്ക് പ്രേമചന്ദ്രൻ എം പി. ഇവിടെ സമ്പത്ത് ചോദിച്ച 2 ചോദ്യങ്ങളിൽ ഒരെണ്ണവും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും UDF BJPക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ഏജൻസിയായി മാറിയിരിക്കുന്നു ഈ അന്വേഷണ ഏജൻസികൾ എന്നുള്ളതാണ്. അതിൽ വാക്ക് കൃത്യമായും ഉപയോഗിക്കുന്നത് വിടുവേല എന്നൊരു സ്റ്റേറ്റ്മെന്റാണ്. പൂഴിക്കടകൻ ഇറക്കുകയാണ് ഈ അന്വേഷണ ഏജൻസികൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് എന്നാണ്. അതിനെ കേരളം ഒന്നും അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന് പാർട്ടി സെക്രട്ടറിയുടെ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി AKG സെന്ററിൽ ഇരുന്ന് വെല്ലുവിളിക്കുന്നത്. ശ്രീ NK പ്രേമചന്ദ്രൻ, ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നത് പോലെയുള്ളൊരു തോന്നൽ നിങ്ങൾ UDFകാർക്കുണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പദപ്രയോഗങ്ങൾ എത്രമാത്രം നിലവാര തകർച്ചയെ കാണിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. പൂഴിക്കടകൻ, കുരുട്ടുബുദ്ധി, ഇങ്ങനെ ചില പ്രയോഗങ്ങളിലൂടെ പൂച്ച പാല് കുടിക്കുന്നത് ആരും കാണില്ല. ഇങ്ങനെ ചില പ്രയോഗങ്ങളിലൂടെ ഇതിനെ വക്രീകരിക്കാനും വളച്ചൊടിക്കാനും അല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രമിക്കേണ്ടത്. അസന്നിഗ്ധമായി കൃത്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയണം. സ്വപ്ന സുരേഷ് കൊടുത്തു എന്ന് പറയപ്പെടുന്ന രഹസ്യമൊഴി ഉണ്ടോ? അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു മൊഴി 164 സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് സ്വപ്ന സുരേഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത മൊഴിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ്, മുഖ്യമന്ത്രി അഭിപ്രായം പറയണം. മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള സ്പെസിഫിക് അലിഗേഷനാണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നതിന് പകരമായി ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ടതില്ല എന്ന് നിരന്തരം വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രതികരിക്കുകയും ചെയ്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ഇത് പറഞ്ഞയാളിൻ്റെ മനോനില തകരാറിലാണ് എന്ന് പറയുന്നു. ഇതിപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയായി മാറി തീർന്നിട്ടുണ്ട്. കേരളത്തിൽ CPMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരെ ഉയർന്നു വരുന്ന ഏത് ആക്ഷേപത്തെയും അഴിമതി ആരോപണത്തെയും കുറിച്ച് അവർ പറയുന്നത് ഉന്നയിക്കുന്നയാളിൻ്റെ മനോനില തകരാറിലാണ് എന്നുള്ളതാണ്. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഗുരുതരമായ ആക്ഷേപം ഉയർത്തിയപ്പോൾ
വകുപ്പിൻ്റെ ചുമതലയുള്ള ഫിഷറീസ് മന്ത്രി പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ മനോനില തകരാറിലാണ് എന്നാണ്. അപ്പം മനോനില തകരാറിലാണ്, മനസ്സിൻ്റെ ബുദ്ധിയുടെ ചാഞ്ചല്യം, ഇങ്ങനെ ചില പദപ്രയോഗങ്ങളിലൂടെ ആക്ഷേപം ഉന്നയിക്കുന്നവരെ, ആരോപണം ഉന്നയിക്കുന്നവരെ അപകീർത്തിപ്പെടുത്താനുള്ള പദപ്രയോഗങ്ങൾക്കപ്പുറത്ത് തങ്ങൾക്കെതിരായി ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ കൃത്യതയോടുകൂടി പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് വളരെ പ്രസക്തമായിട്ടുള്ള പ്രശ്നം. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ എ സമ്പത്ത് ഇവിടെ പറഞ്ഞു, കക്ഷിയല്ലാത്ത ഒരാൾ അഫിഡവിറ്റ് കൊടുത്തു. വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള പരാമർശമല്ലേ ശ്രീ എ സമ്പത്ത് നിങ്ങൾ നടത്തിയത്? ഇതിലെ സെക്കൻഡ് റെസ്പോണ്ടൻ്റായ ഈ ക്രിമിനൽ മിസലേനിയസ് കേസിലെ ഹൈക്കോടതിയുടെ മുമ്പാകെ പരിഗണനയിലിരിക്കുന്ന ക്രിമിനൽ MC-യുടെ സെക്കൻഡ് റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത് കസ്റ്റംസിൻ്റെ പ്രിവെൻറ്റീവ് ഓഫീസറാണ്. ആ പ്രിവെൻറ്റീവ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റി സെക്കൻഡ് റെസ്പോണ്ടൻ്റ് ആയതുകൊണ്ട് ആ പ്രിവെൻറ്റീവ് ഓഫീസറിന് വേണ്ടി ഞാൻ സത്യവാങ്മൂലം കൊടുക്കുന്നു. എന്തുകൊണ്ട്? കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ആണ് കൊടുക്കുന്നത്. കാരണം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ സ്പീക്കർ, കേരളത്തിൻ്റെ 3 മന്ത്രിമാർ ഈ അധോലോക സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഇൻവോൾവ് ആണ് എന്ന് പ്രൈം അക്യൂസ്ഡ് 164 അനുസരിച്ച് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്തിരിക്കുന്ന ഡിപ്പോസിഷൻ മൊഴി, അതൊരു പ്രിവെൻറ്റീവ് ഓഫീസർ അല്ല സത്യവാങ്മൂലം കൊടുക്കേണ്ടത്. സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ നിയമസഭാ സ്പീക്കറും ഒക്കെ ഒരു ക്രൈമിൽ ഇൻവോൾവ് ആയിരിക്കുന്നു എന്ന് ഒരു അക്യൂസ്ഡ് പറഞ്ഞതിൻ്റെ അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സെക്കൻഡ് റെസ്പോണ്ടൻ്റ് ആയിട്ടുള്ള കസ്റ്റംസിൻ്റെ പ്രിവെൻറ്റീവ് കമ്മീഷന് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദ സെക്കൻഡ് റെസ്പോണ്ടൻറ്റ് ഐ ആം ദ കമ്മീഷണർ, ഐ ആം ഫയലിംഗ് ദിസ് അഫിഡവിറ്റ് എന്നാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അതിലെന്താണ് പെശക്? അതിലെന്താണ് നിയമപരമായിട്ടുള്ള പോരായ്മ? എന്താണ് നിയമപരമായിട്ടുള്ള വൈകല്യം? 1. 2, ശ്രീ സമ്പത്ത് ഇവിടെ സൂചിപ്പിച്ച 164 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എവിഡൻഷ്യറി വാല്യൂ. ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. 161 സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ 164 CRPC സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എവിഡൻഷ്യറി വാല്യൂ, ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് സെൽഫ് ക്യാൻ ബി അക്സെപ്റ്റഡ് ആസ് എവിഡൻസ്. ആ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എവിഡൻസ് ആണ്. കോടതിക്ക് സുവോമോട്ടോ അത് അക്സെപ്റ്റ് ചെയ്യാം, അതിനെ കൊറാബറേറ്റ് ചെയ്യാം, അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാം. അതൊക്കെ ട്രയൽ സ്റ്റേജിൽ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പാകെ ഒരു പ്രതി കൺഫഷൻ രൂപത്തിലോ അല്ലാതെയോ ഇത്തരത്തിലൊരു മൊഴി കൊടുക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഇത് നൽകേണ്ടതായിട്ടില്ല, കാരണം ഇത് നിങ്ങൾക്കെതിരായിട്ടുള്ള തെളിവായി ഭാവിയിൽ ഉപയോഗിക്കപ്പെടും എന്ന് ഈ പ്രതിയെ വാൺ ചെയ്യുന്നു. നിങ്ങളിത് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഇങ്ങനെ ബോധ്യപ്പെട്ട ശേഷവും ഈ പ്രതി സ്വമേധയാ ഇത് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എവിഡൻഷ്യറി വാല്യൂ, തെളിവ് മൂല്യം വളരെ വളരെ വലുതാണ് എന്ന് അഭിഭാഷക വൃത്തിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ശ്രീ സമ്പത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. 164ഉം 161ഉം തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസം? ഒരു പോലീസ് ഓഫീസർ മുമ്പാകെ ഇൻറ്റിമിഡേഷന് വിധേയമായി, ഭീഷണിക്കും പീഡനത്തിനും വിധേയമായി ലോക്കപ്പിലിരിക്കുന്ന പ്രതി കൊടുക്കുന്ന മൊഴിയും ഈ രാജ്യത്തിൻ്റെ നീതിന്യായ നിർവഹണ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ജുഡീഷ്യൽ ഓഫീസറുടെ മുമ്പാകെ സ്വമേധയാ കൊടുക്കുന്ന മൊഴിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു പ്രതിയുടെ മൊഴിയല്ല. കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി സ്വമേധയാ സ്വതന്ത്രമായി ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ പോയി കൊടുക്കുന്ന മൊഴി, ആ മൊഴിയുടെ എവിഡൻഷ്യറി വാല്യൂ, അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ, അതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് അല്ലേ? ഒരു ഗൗരവതരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമാണമല്ലേ, ഒരു രേഖയല്ലേ ആ ഡിപ്പോസിഷൻ്റെ മൂല്യം, അതിൻ്റെ എവിഡൻഷ്യറി വാല്യൂ, അതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വില കുറച്ച് കാണിക്കാൻ നടത്തേണ്ട ശ്രമം എന്താ? 2, 3 നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ വിശദീകരിക്കേണ്ടത്, നിങ്ങൾ ന്യായീകരിക്കേണ്ടത് അത്തരം കേസുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. നിയമസഭാ സ്പീക്കറെ സംബന്ധിച്ചുള്ള ഗൗരവതരമായ ആരോപണമുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. അതുപോലെ ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ, മുഖ്യമന്ത്രി ഇന്നത്തെ പതിവ് വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്തല്ലല്ലോ ഈ മൊഴി കൊടുത്തത്. ഈ മൊഴി കൊടുത്തിട്ടുള്ളത് 2020 ഡിസംബർ മാസത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യവാരത്തിൽ 2020 ഡിസംബർ മാസത്തിൽ കൊടുത്തിട്ടുള്ള ഈ മൊഴി ഇപ്പോൾ പുറത്തു വന്നതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ശ്രീ സമ്പത്തോ മുഖ്യമന്ത്രിയോ പറയുന്നത് പോലെ രാഷ്ട്രീയ കാരണങ്ങൾ വ്യാഖ്യാനിക്കാം. ആ രാഷ്ട്രീയ കാരണങ്ങൾ ഞങ്ങളുടേതായ രാഷ്ട്രീയ കാരണമുണ്ട്. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നിയമപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ആ രാഷ്ട്രീയം നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അപ്പോൾ 2020 ഡിസംബറിൽ ഈ പ്രൈം അക്യൂസ്ഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്തിരിക്കുന്ന 164 സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നത്? അവർ ബോധപൂർവമായി വെളിപ്പെടുത്തിയതാണോ? അല്ലല്ലോ. നിങ്ങളുടെ DGP, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ്,
പ്രിസൺസിന്റെ ജയിലിന്റെ ഡയറക്ടർ ജനറൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്രിമിനൽ MC നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയിൽ കൊടുത്തു. എന്തിനാ ഹൈക്കോടതിയിൽ കൊടുത്തത്? എറണാകുളത്തുള്ള അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അവരെ പീഡിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അവരുടെ ലൈഫിന് സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടായി. ഗവൺമെന്റിനെതിരായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ ഉണ്ടായി. ആ നിരീക്ഷണങ്ങൾ നീക്കം ചെയ്യാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ്, ജയിൽ വകുപ്പിന്റെ DGP അവർ കൊടുത്ത പരാതിയിന്മേൽ കൊടുത്ത കൗണ്ടർ അഫിഡവിറ്റ് ആണ് ശ്രീ സമ്പത്ത്. ആ കേസിലെ ആ പെറ്റീഷനിലെ ക്രിമിനൽ മിസലേനിയസ് കേസിലെ ഞാൻ പറഞ്ഞു തീർക്കാം, ആ സെക്കൻഡ് റെസ്പോണ്ടന്റ് ആണ് പ്രിവന്റീവ് കമ്മീഷണർ. സ്വാഭാവികമായും സെക്കൻഡ് റെസ്പോണ്ടന്റ് അഫിഡവിറ്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ക്ഷണിച്ചു വരുത്തിയതല്ലേ നിങ്ങൾ എന്തിനാ ഈ മിസലേനിയസ് കേസുമായി ഹൈക്കോടതിയിൽ പോയത്? ശരി, ശ്രീ NK പ്രേമചന്ദ്രൻ, ഒരൊറ്റ ചോദ്യത്തിനോട് മറുപടി തന്നാൽ ഞാൻ നേരെ ഗോപാലകൃഷ്ണനിലേക്ക് പോകാം. ഗോപാലകൃഷ്ണൻ 24 മിനിറ്റായി ഗോപാലകൃഷ്ണൻ സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ തീർച്ചയായും അങ്ങയിലേക്ക് വരാം, നമുക്ക് അധികം സമയമുണ്ട്, 3 അതിഥികൾ മാത്രമേ ഉള്ളൂ. ഈ അഫിഡവിറ്റിന്റെ അവസാനത്തെ 8ാമത്തെ പേജിലെ 10ാമത്തെ പോയിന്റിൽ പറയുന്ന ഒരു ഭാഗം വളരെ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശ്രീ NK പ്രേമചന്ദ്രൻ ഇത് കണ്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. അഫിഡവിറ്റിൽ യഥാർത്ഥത്തിൽ പറയുന്നതിനെ ഈ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ നള്ളിഫൈ ചെയ്യുകയും ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ അന്വേഷണത്തിന്റെ മികവിനെ സ്വയം തന്നെ അയാൾ പരിഹസിക്കുന്നതുമായ ഒരു കാഴ്ച നമുക്ക് കാണാം. ഫസ്റ്റ് ആൻഡ് ക്യാൻ ബി ടെൻഡഡ് as evidence in appropriate proceedings only by her. ഈ 164 കൊടുത്തിരിക്കുന്ന 108 പ്രകാരം കസ്റ്റംസ് ആക്ട് പ്രകാരം മൊഴി കൊടുത്തിരിക്കുന്ന ഈ പ്രതിയായ സ്വപ്ന സുരേഷിന് മാത്രം തെളിയിക്കാൻ കഴിയുന്ന, മാത്രം ഹാജരാക്കാൻ കഴിയുന്ന തെളിവുകളാണ് എന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഡിസംബർ മാസം 3-ാം തീയതി കൊടുത്ത രഹസ്യമൊഴിക്കു ശേഷം 3 മാസത്തിന് ശേഷവും ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ഒരു തെളിവിന്റെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ NK പ്രേമചന്ദ്രൻ MP ഈ കേസിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ 164 സ്റ്റേറ്റ്മെന്റ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഇതുമായി നേരിട്ട് ബന്ധപ്പെടാത്തൊരു കേസിൽ കൊടുത്തിരിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടെന്ന ആരോപണം നിലനിൽക്കും. ഒരിക്കലുമില്ല, ഒരു കാരണവശാലും നിലനിൽക്കില്ല ആ വാദം. ഞാൻ പറയാം, അവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ 164 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വിത്തിൻ ദ കസ്റ്റഡി. അവർ കൊടുത്തിരിക്കുന്ന ഡിപ്പോസിഷനാണ്. ഈ പറയുന്ന പ്രൈം അക്യൂസ്ഡ് കൊടുത്തിരിക്കുന്ന ഡിപ്പോസിഷനാണ്. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും അവർക്ക് മാത്രമേ കഴിയൂ. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. 164ന്റെ യുണീക്ക് ക്യാരക്ടറാണത്. ആ 164 സ്റ്റേറ്റ്മെന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അവർക്ക് മാത്രമേ കഴിയൂ. ഒന്ന്, അതാണ് അതിന്റെ സ്പിരിറ്റ്, അതിന്റെ കണ്ടന്റ്. ആ സ്പിരിറ്റാണ് എന്റെ പ്രശ്നം. ആ 164ലെ ഇവർക്ക് മാത്രം ഹാജരാക്കാൻ കഴിയുന്ന തെളിവെന്ന് പറയുന്നല്ലോ, ആ തെളിവിനെ കുറിച്ചുള്ള അന്വേഷണമല്ലേ ഈ കസ്റ്റംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആദ്യം സ്വർണ്ണക്കടത്തിന്റെ രൂപത്തിൽ, പിന്നീട് റിവേഴ്സ് ഹവാലയുടെ പേരിൽ ഡോളർ കടത്തിന്റെ പേരിൽ. അപ്പോൾ ഇങ്ങനെ ഒരു 164 കൊടുത്താൽ കസ്റ്റംസിന് അതിന്റെ കോപ്പി കിട്ടിയാൽ മുഖ്യമന്ത്രിയുമായും സ്പീക്കറുമായും പേര് പറയാത്ത മറ്റ് 3 മന്ത്രിമാരുടെയും പേര് 164 ഉണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനല്ലേ ഈ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥൻ? അവർ കണ്ടെത്തിയോ? അതിലെന്തെങ്കിലും ഒരു വാചകം ആ 164 കൊടുത്തിരിക്കുന്നതിനെ സാധൂകരിക്കാനോ അല്ലെങ്കിൽ അതിനെ റദ്ദു ചെയ്യാനോ പറ്റുന്നൊരു അന്വേഷണം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് ഈ സത്യവാങ്മൂലത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ശ്രീ NK പ്രേമചന്ദ്രൻ? 100% ഞാൻ യോജിക്കുന്നു ശ്രീ അരുൺ. 100% ഞാൻ താങ്കൾ ഉന്നയിച്ച വാദത്തോട് യോജിക്കുന്നു. ഞാൻ ഇന്നലെയും ഉന്നയിച്ച ചോദ്യം ഇതാണ്. 2020 ഡിസംബർ മാസം 3-ാം തീയതി ലഭ്യമായിട്ടുള്ള ഒരു മൊഴി, അല്ലെങ്കിൽ കോടതി മുമ്പാകെ കൊടുത്തിട്ടുള്ള 164 സ്റ്റേറ്റ്മെന്റ് ലഭിച്ച ഈ വിവരം കസ്റ്റംസിന് ലഭിച്ചിട്ട് എന്തുകൊണ്ട് കസ്റ്റംസ് അന്വേഷണം നടത്തിയില്ല? ആ ചോദ്യം അങ്ങ് ആവർത്തിക്കുന്നു. ഗോപാലകൃഷ്ണനാണ് അതിന് മറുപടി പറയേണ്ടത്. ശ്രീ NK പ്രേമചന്ദ്രൻ, താങ്കളല്ലെന്ന് എനിക്കറിയാം. അതിന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് മറുപടി പറയേണ്ടത്. അതിന് ഗോപാലകൃഷ്ണൻ തയ്യാറുമാണ്. ഗോപാലകൃഷ്ണൻ കുറച്ച് കടലാസും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നെന്തായാലും മുഖ്യമന്ത്രി V മുരളീധരനെ കൃത്യമായി പോയിന്റ് ചെയ്താണ് വിമർശിച്ചിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ. ഇതിൽ V മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായതിനു ശേഷം നയതന്ത്ര ബാഗേജ് വഴി എത്ര സ്വർണം കടത്തി എന്ന് വല്ല അറിവുമുണ്ടോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, ഈ വിദേശകാര്യ സഹമന്ത്രി ചുമതലയേറ്റതിനു ശേഷമാണ് നയതന്ത്ര ബാഗിലൂടെ സ്വർണം കടത്തിയതെന്ന ധ്വനി അതിലുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഒപ്പം NK പ്രേമചന്ദ്രനും ഞാനും ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കൂടി. അല്ല, V മുരളീധരൻ്റെ പണി സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയോ ഇല്ലോ എന്ന് അന്വേഷിക്കലല്ല. സ്വർണ്ണ കള്ളക്കടത്ത് ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടേണ്ടതും അത് പിടിക്കേണ്ടതും കസ്റ്റംസ് ഓഫീസറാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു RTA ആ കസ്റ്റംസ് ഓഫീസറിലേക്ക് കൊടുത്താൽ മതി. അദ്ദേഹത്തിന് ധാരാളം ആളുകളുണ്ടല്ലോ, RTA കൊടുക്കേണ്ട, ഒന്ന് അന്വേഷിച്ചാൽ മതി, അപ്പോൾ കിട്ടും. V മുരളീധരൻ അത് അന്വേഷിക്കേണ്ട ആളല്ല. V മുരളീധരൻ ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയാണ്. കസ്റ്റംസിൽ
എത്ര വിമാനത്താവളം വഴി അല്ലെങ്കിൽ എയർപോർട്ട് വഴി എത്ര കള്ളക്കടത്ത് നടത്തിയെന്ന് അന്വേഷിക്കേണ്ട ആൾ വി മുരളീധരനല്ല. അതൊരു മീനിങ്ലെസ് ക്വസ്റ്റ്യനാണ്. എന്ന് മാത്രമല്ല, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഇരിപ്പും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗസ്റ്ററുമെല്ലാം വാസ്തവത്തിൽ വല്ലാത്തൊരു മാനസിക വിഭ്രാന്തി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതുവരെ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖഭാവവും ഭാഷയും ഒക്കെയാണ് ഒരു തനി എന്താ പറയുക പിണറായി വിജയൻ്റെ ഒരു പ്രസംഗം അദ്ദേഹം നടത്തുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രി എന്ന പോസ്റ്റിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു മാനസികമായിട്ട്, നേരത്തെ പറഞ്ഞല്ലോ ഈ സരിതയുടെ മാനസിക ചാഞ്ചാട്ടം ഫലപ്രദമായി വിനിയോഗിച്ചു എന്ന് പറഞ്ഞല്ലോ, അതേപോലെ ഒരു മാനസികമായിട്ടൊരു വിഭ്രാന്തിയിലാണ് ബഹുമാനപ്പെട്ട സരിതയല്ല, സോറി, സ്വപ്നയുടെ അതെ രണ്ടും ഒന്ന് തന്നെ, രണ്ടുപേരും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സ്വപ്നയുടെ കാര്യമാണ്. സ്വപ്നയുടെ മാനസിക പറഞ്ഞു പോകുന്നുള്ളൂ. ഞാൻ എനിക്കതിനോട് യോജിക്കാൻ കഴിയില്ല. രണ്ടും രണ്ട് തന്നെയാണ്. അങ്ങേക്ക് തുടരാം. അത് യോജിപ്പിച്ച വേണ്ട അതായിക്കോട്ടെ. ഞാൻ പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ തൂവൽ പക്ഷികളാണ്. അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ സ്വപ്നയുടെ മാനസിക ചാഞ്ചാട്ടം എന്ന് പറഞ്ഞതുപോലെ ഒരു മാനസിക വിഭ്രാന്തി ശരിക്കു പറഞ്ഞാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളിലും എല്ലാം കണ്ടിരുന്നു. ഈ മാനസിക വിഭ്രാന്തിയുടെ കാരണം എന്താ? ഈ മാനസിക വിഭ്രാന്തിയുടെ കാരണം എനിക്കറിയില്ല ഈ സ്ത്രീ ആരാ, ഈ സ്ത്രീ എനിക്കറിയില്ല എന്നായിരുന്നല്ലോ മുഖ്യമന്ത്രി ചോദിച്ചിരുന്നത്. വാസ്തവത്തിൽ ഇന്ന് 24-ൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരു ചോദ്യം അതായിരുന്നു. വാസ്തവത്തിൽ 24 എന്ന് ചോദിക്കേണ്ടത് എനിക്കറിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളം പറഞ്ഞതല്ലേ എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കണമായിരുന്നു 24-ലെ ലേഖകൻ. പക്ഷെ അത് ചോദിച്ചില്ല. അത് ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അത് പോട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ എന്താ? അദ്ദേഹം പറയുന്ന ഭാഷ മാനസിക വിഭ്രാന്തി ഉണ്ടായിന്ന. ഞാൻ ബഹുമാനപ്പെട്ട MP പ്രേമേന്ദ്രൻ പറഞ്ഞ ആ പൊസിഷനിലേക്ക് തന്നെ ഞാനും വരുന്നു. 30/11 ഇതിനകത്ത് ക്ലിയറായിട്ട് അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. 30/11/2020 ഈ സ്ത്രീ കോടതിയിൽ വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. കോടതി പറയുന്നു അഭിഭാഷകനെ കൊണ്ട് ഒരു പെറ്റീഷൻ കൊടുക്കൂ. അപ്പോൾ കോടതി അഭിഭാഷകനെ കൊണ്ട് പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അഭിഭാഷകൻ പറയുന്നു എനിക്ക് പെറ്റീഷൻ താല്പര്യമില്ല. ആ കോടതി അഭിഭാഷകൻ്റെ പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ സ്വപ്നയുടെ അഭിഭാഷകൻ പെറ്റീഷൻ കൊടുത്തില്ല. പെറ്റീഷൻ കൊടുക്കാണ്ടായപ്പോൾ കോടതി തന്നെ ചോദിച്ചു ഇത് നിങ്ങൾക്കെതിരായിട്ടുള്ള എവിഡൻസായി വരും. എന്നിട്ടും കൂടി ആ സ്ത്രീ പറഞ്ഞു എന്ത് വന്നാലും ശരി എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം എൻ്റെ കുടുംബമടക്കം എൻ്റെ ഫാമിലി അടക്കം വലിയ ഭീതിയിലാണ്. വളരെ പ്രശ്നമാണ് എൻ്റെ ഭാവി. എൻ്റെ ഫാമിലി അങ്ങേയറ്റത്തെ ദുരിതത്തിലാണ്, വലിയ ഭീഷണിയിലാണ്. എന്നിട്ട് അവർ നടന്ന കാര്യം മുഴുവൻ പറയുകയാണ്. The first respondent had stated that she was aware of all these transactions and was witness to the same as she is well versed in Arabic language എന്ന് പറഞ്ഞിട്ട് പറയുന്നു. And hence was forced to act as a translator between the above persons and the persons of Middle East origin in all other crucial interactions എന്ന് പറഞ്ഞാൽ അവർ അഡ്മിറ്റ് ചെയ്യുകയാണ്. അവർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനെ മുഴുവൻ അവർ അഡ്മിറ്റ് ചെയ്യുകയാണ്. 164 സ്റ്റേറ്റ്മെൻറ്റ് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് സമ്പത്ത് പറഞ്ഞതുപോലെ മാത്രമല്ല ബഹുമാനപ്പെട്ട MP പറഞ്ഞതിൽ വലിയ കഴമ്പുണ്ട്. അതായത് 164 സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ്സെൽഫ് ഈസ് ആൻ എവിഡൻസ്, ഇറ്റ്സ് എ പീസ് ഓഫ് എവിഡൻസ്. പക്ഷേ അതിൻ്റെ മുകളിൽ കൊറോബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് കൂടുതൽ ഉണ്ടാവണം. അവിടെയാണ് നിങ്ങളുടെ ചർച്ച വന്നത്. അതെന്താ ചർച്ച? 30/11/2020 ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് എന്തു ചെയ്തു? അതിനകത്ത് മിസ്റ്റർ അരുൺ ഉയർത്തിയ ചോദ്യമുണ്ട്. ആ ചോദ്യം ഈ ഓഫീസർ കൂടുതലായിട്ടൊന്നും അന്വേഷിച്ചിട്ടില്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ആകെ പീസ് ഓഫ് എവിഡൻസായി ഇരിക്കുന്നത് എന്ന് ഇതിനകത്ത് പറഞ്ഞു എന്നാണ്. അതങ്ങനെ പറയൂ, അല്ലാതെ ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഈ കൗണ്ടർ അഫിഡവിറ്റിൽ പറയേണ്ട കാര്യമില്ല. ഈ കൗണ്ടർ അഫിഡവിറ്റിൽ പറയേണ്ടതേ പറയണ്ടു. അതല്ലാതെ ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് പല തെളിവുകളും കിട്ടി എന്ന് പറയേണ്ട അഫിഡവിറ്റ് അല്ല ഇത്. ഓരോ അഫിഡവിറ്റിനും ഓരോ പ്രത്യേകതയുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തത്? ഒരു കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തത് നേരത്തെ ബഹുമാനപ്പെട്ട MP പറഞ്ഞതുപോലെ ദ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ ആൻഡ് ആ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ കൊടുത്തിട്ടുള്ള പെറ്റീഷനുണ്ട്. ആ പെറ്റീഷൻ എന്താ? ആ പെറ്റീഷൻ ഈ സ്വപ്നയ്ക്കും
ഈ കസ്റ്റംസിനും എതിരായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് പറയുന്നു ഒരു കാരണവശാലും ഞങ്ങളൊന്നുമല്ല ആരെയും പ്രേരിപ്പിച്ചത്. മാത്രമല്ലല്ലോ ഈ സ്വപ്ന ഈ സമയത്ത് ആരുടെ കസ്റ്റഡിയിലാണ് സമ്പത്തെ? സ്വപ്ന ഈ സമയത്ത് ഗവൺമെന്റിന്റെ കസ്റ്റഡിയിലാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സമയത്താണ് ഈ സ്ത്രീ ഇങ്ങനെ സ്വയം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ഏതാണ്ട് ഈ എന്താ പറയുക, ചോദ്യം ചെയ്യാൻ പോയപ്പം കൊടുത്തപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ ആയിരുന്നുവെങ്കിൽ നമുക്ക് പറയാം കസ്റ്റോഡിയൽ ഇന്ററോഗേഷന്റെ ഭാഗമായിട്ടാണ്. ഞാൻ തിരിച്ചു വരാം. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ക്ലാരിറ്റി കൂടി എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ വളരെ വേഗം താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. എൻകൗണ്ടർ പരിശോധിക്കുന്നത് രാഷ്ട്രീയ കടത്താണോ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്, ഇരവാദമാണോ CPM ഇടതുമുന്നണിയും ഉയർത്തുന്നത്? നേരെ BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു വന്നത് താങ്കൾക്ക് തുടരാം. ഒപ്പം അങ്ങ് പറഞ്ഞല്ലോ, ഇത് തെളിവുകൾ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുന്ന സമയത്ത് അന്വേഷണ ഏജൻസി കൊടുക്കേണ്ടതല്ല. അത് ഞാൻ മനസ്സിലാക്കുന്നു. അത് അന്വേഷണ ഏജൻസി ഈ കേസിൽ അത്തരം തെളിവുകളൊന്നും തന്നെ കൊടുക്കേണ്ടതല്ല. ഇതിൽ തനിക്ക് എങ്ങനെ ഭീഷണി വന്നു എന്നതിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രധാനമായിട്ടും അന്വേഷണ ഏജൻസി ഇത്തരത്തിലൊരു അഫിഡവിറ്റ് കൊടുത്തത്. പക്ഷേ ആ അഫിഡവിറ്റിൽ ഞാൻ പറഞ്ഞ 10ാമത്തെ പോയിന്റിൽ പറഞ്ഞ വാചകം അങ്ങ് ശ്രദ്ധിക്കൂ. 164 സ്റ്റേറ്റ്മെന്റിൽ അവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ആ സ്ത്രീക്ക് മാത്രം വ്യക്തിപരമായി അറിയാവുന്ന വസ്തുതകളാണ്. അവിടെ NK പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ ശരി, അതിന്റെ തെളിവുകൾ വല്ലതും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടാൽ അത് അവരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എങ്കിൽ പിന്നെ എന്തിനാണ് സാർ ഈ അന്വേഷണ ഏജൻസി? അത്രേ ഉള്ളൂ. അയ്യോ, നിങ്ങൾക്ക് ഈ കോടതി നടപടികളെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. 164 സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അവർ നേരിട്ട് കൊടുത്തിട്ടുള്ള എവിഡൻസിൽ ആ തെളിവുകൾ ഹാജരാക്കാൻ അവർക്കേ പറ്റൂ. അത് അന്വേഷണ ഏജൻസി 164മായി ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, ബഹളം വെക്കല്ലേ. 164 സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എവിഡൻസ് വെളിയിലേക്ക് വന്നാൽ ആ എവിഡൻസിൻ്റെ അന്വേഷണം 108 പ്രകാരം നോട്ടീസ് കൊടുത്ത് ആ കൊറോബറേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എവിഡൻസുമായി കൊറോബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അന്വേഷിച്ച് അതിൻ്റെ മെറ്റീരിയൽസ് കണ്ടെത്തും. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയിൽ ഇന്ന് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് 164 സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അവർ കൊടുത്ത ആ മൊഴിയിൽ അവർക്കാണ് എവിഡൻസ് കൂടുതൽ കൊണ്ടുവരാനുള്ള സാധ്യത, അവരിലൂടെയാണ് എവിഡൻസ് കൊണ്ടുവരേണ്ടത്. അത് തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ കേസിലെ പ്രതിക്കെതിരായും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുമുള്ള എവിഡൻസ് ഈ പ്രതി കൊണ്ടുവരണമെന്നാണോ താങ്കൾ പറയുന്നത്? അതാ ഈ 164ന്റെ അടിസ്ഥാനത്തിൽ NK പ്രേമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ കൊറാബറേറ്റിംഗ് എവിഡൻസ് കളക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കാണ് സ്വർണ്ണക്കടത്ത് കേസിൽ. ആ അന്വേഷണമാണ് അവർ ചെയ്യേണ്ടത്. ഇവരിത് എഴുതിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വാദമേ ഉന്നയിക്കില്ല. ഇവർ എഴുതിയിരിക്കുന്നത് എന്താ? ഇതാ 164 പറയുന്നു, അത് മുഖ്യമന്ത്രിയുണ്ട്, അതിൽ സ്പീക്കറുണ്ട്, മറ്റ് 3 മന്ത്രിമാരുണ്ട്. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ കൗൺസിൽ ജനറലുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ തെളിവൊന്നും ഞങ്ങളോട് ചോദിക്കരുത്, അത് പ്രതിയായ സ്വപ്ന സുരേഷിന് മാത്രമേ ഹാജരാക്കാൻ സാധിക്കൂ എന്നാണ് ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ് ഇന്ന് ഇടതുമുന്നണിക്കെതിരെ ഒരു രാഷ്ട്രീയ പോസ്റ്റ് ഇട്ട് ഒടുവിൽ പോസ്റ്റും വലിച്ചുകൊണ്ടോടേണ്ട സാഹചര്യം ഉണ്ടായത്. ശ്രീ ഗോപാലകൃഷ്ണൻ, വിവരക്കേട് പറയല്ലേ അരുണേ, നിങ്ങളൊരു ഡോക്ടറേറ്റ് ഒക്കെ നേടിയതല്ലേ. നിങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കി സംസാരിക്കൂ. 164 കൊടുക്കുന്ന ഏത് പ്രതി 164 കൊടുത്താലും ആ 164 കൊടുത്തത് ആ പ്രതിയിലൂടെ തെളിയിക്കാൻ പറ്റൂ. ആ പ്രതിയിലൂടെയാണ് തെളിയിക്കുക. അതിൻ്റെ കൊറോബറേറ്റ് എവിഡൻസ് ആ പ്രതിയിലൂടെയാണ് കണ്ടെത്തുക അന്വേഷണ ഏജൻസി. അല്ലാതെ നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ എവിടുന്ന് പഠിച്ചതാ? അത് പോയി മനസ്സിലാക്കും. കസ്റ്റംസിന് അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ സാധിക്കൂ. ഈ 3 മാസങ്ങൾക്കു ശേഷം അന്വേഷണ ഏജൻസി അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുള്ളതായി താങ്കളുടെ ശ്രദ്ധയിലുണ്ടോ? അല്ല, ഈ 3 മാസത്തിനുള്ളിൽ അന്വേഷണ ഏജൻസി എന്തെങ്കിലും കണ്ടെത്തിയിട്ടില്ല എന്ന് താങ്കളുടെ ശ്രദ്ധയിലുണ്ടോ? ഈ വാചകത്തിലുണ്ട്. അന്വേഷണ ഏജൻസി എന്ത് ചെയ്തു? അല്ല, ഈ വാചകത്തിൽ ഇല്ല. അതാ പറ, ഈ വാചകത്തിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഞാനൊന്ന് പറയട്ടെ. ഈ വാചകത്തിൽ ഉണ്ടെന്ന്
ഞാൻ വായിച്ചതാണല്ലോ, നോക്കാനൊന്നുമില്ല, എൻ്റെ കയ്യിലുണ്ടല്ലോ. നിക്ക് അങ്ങനെ പോലെ നിങ്ങളുടെ മാധ്യമ വ്യാഖ്യാനമല്ല കോടതി. മാധ്യമ വ്യാഖ്യാനത്തിലൂടെയല്ല കോടതിയുടെ നടപടികൾ നടക്കുക. ഈ വരിയിൽ വളരെ കൃത്യമാണ്. 164 കൊടുത്തിട്ടുള്ള സ്ത്രീയിലൂടെ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ കൊറോബറേറ്റീവ് എവിഡൻസ് എടുക്കുക. അപ്പോഴാണ് നിങ്ങൾ ചോദിക്കുന്നത് 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണ ഏജൻസിയാണ് പറയേണ്ടത്. അന്വേഷണ ഏജൻസിയോട് ആ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കേണ്ടത് കോടതിയാണ്. കോടതി ചോദിക്കുമ്പോൾ കോടതിയോട് പറയും. ഈ ഞാനും നിങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസി പറയില്ല. നിങ്ങൾ പറയുന്നു 3 മാസമായിട്ട് ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്തില്ല, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പൊ നിങ്ങൾ പറയുന്നു ഇതാണ് ഈ വരിയിലുണ്ട്. ഈ വരിയിലില്ല. ഈ വരിയിലുള്ളത് അത് തെളിയിക്കേണ്ട ബാധ്യത അവർക്കാണ് എന്ന് പറഞ്ഞാൽ 164 ഒരു എവിഡൻസ് ഒരാൾ കൊടുത്ത ഒരു നിമിഷം ശ്രീ ഗോപാലകൃഷ്ണൻ, ഒരു നിമിഷം. The most of the facts revealed in the statements are matters which are exclusively within the personal knowledge of the first respondent. ഞാൻ അംഗീകരിച്ചു. അത് പ്രതിയായ സ്വപ്ന സുരേഷിന്റെ മാത്രം അറിവിലുള്ളതാകുന്നു. And can be tendered as evidence in appropriate proceedings only by her. അതാണ് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ tendered by her only. അവിടെയാണ് എന്റെ സംശയം. അതിന് സമാനമായ, അതിനെ ഉപബോധബലകമായ കൊറാബറേറ്റിംഗ് എവിഡൻസ് ഞങ്ങളുടെ കയ്യിൽ ഇല്ല ബഹുമാനപ്പെട്ട കോടതി എന്ന് പറയുക കൂടിയല്ലേ ഇത്? സർ അല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനം. അത് നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. നിങ്ങൾക്ക് ഇത് മാത്രമല്ല, പലതും വ്യാഖ്യാനിക്കാം. ഇപ്പം നിങ്ങൾ വ്യാഖ്യാനിച്ചില്ലേ, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ സുമിത് കുമാർ ഓടിപ്പോയി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അയാൾ ഓടിപ്പോയതല്ലോ. ഈ കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഈ നിങ്ങളുടെ ചാനൽ ഞാൻ ചർച്ചയ്ക്കിരിക്കുമ്പോൾ മിസ്റ്റർ അരുൺ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ കണ്ടതിൽ വെച്ച്, കേരളം കണ്ടതിൽ വെച്ച് 1-ാം തരം ഓഫീസറാണ് സുമിത് കുമാർ എന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ചർച്ചയിൽ വെച്ച് പറഞ്ഞില്ലേ? കസ്റ്റംസിൽ ഏറ്റവും നല്ല സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് സുമിത് കുമാർ. സുമിത് കുമാറിൻ്റെ സത്യസന്ധത കൊണ്ടാണ് ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ വന്നിട്ടുള്ള ആ ബോക്സ് കണ്ടെത്തിയത്, അത് തുറന്നു നോക്കിയത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ടാണ്. ആ റിസ്ക് അദ്ദേഹം എടുക്കാൻ തയ്യാറായി. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇന്നൊരു ദിവസം കൊണ്ട് അദ്ദേഹം പോസ്റ്റ് വലിച്ചിട്ട് ഓടി എന്ന് പറയാൻ എന്താ കാരണം? അദ്ദേഹം പോസ്റ്റ് ഇട്ടു എന്നിട്ട് വലിച്ചിട്ട് ഓടി. അതല്ല സാർ, നിങ്ങളുടെ അതല്ല സാർ, അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ കുഴപ്പമാണ്. നിങ്ങൾക്ക് പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നത്, ഈ സംസ്ഥാനത്തെ ഈ കസ്റ്റംസിന്റെ ഈ കമ്മീഷണർക്ക് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇടാൻ, രാഷ്ട്രീയ പ്രസ്താവന ഇറക്കാൻ ഒരു സിവിൽ സർവന്റിന് എന്ത് അധികാരം ഗോപാലകൃഷ്ണൻ? അതും LDFന്റെ പടം വെച്ചുകൊണ്ട് എന്ത് അധികാരം ശ്രീ ഗോപാലകൃഷ്ണൻ? അല്ല, ഞാൻ കസ്റ്റംസിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വെല്ലുവിളിയോടും ഞങ്ങൾ പ്രതികരിക്കില്ല. ഒരു വെല്ലുവിളിയുടെ മുമ്പിൽ ഞങ്ങൾ കീഴ്പ്പെടില്ല എന്ന് പറയാനുള്ള അധികാരം അവർക്കുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കസ്റ്റംസിനെ നേരിട്ട് അതിനാണ് നിർമ്മലാ സീതാരാമനെ മന്ത്രിയാക്കി ഇരുത്തിയിരിക്കുന്നത്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ ഇരുത്തിയിരിക്കുന്നത്. അതൊക്കെ അല്ല, അങ്ങനെ ഒരു കസ്റ്റംസ് ഓഫീസർക്ക്, അതും ഒരു ഉന്നത കസ്റ്റംസ് ഓഫീസർക്ക് അത് പറയാനുള്ള എല്ലാ ബാധ്യത, എല്ലാ കടമകളും ഉണ്ട്. ഞങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള വെല്ലുവിളികളെയും ഞങ്ങൾ നേരിടില്ല. ഒരു തരത്തിലുള്ള വെല്ലുവിളികളും ഞങ്ങളുടെ അന്വേഷണത്തെ ബാധിക്കില്ല. ഒരു വെല്ലുവിളിയും ഞങ്ങൾക്കില്ല. അവർ കൃത്യമായി പറഞ്ഞു. അത് അയാളുടെ വികാരത്തിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ ചർച്ച അതല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കാം. ഒരു നിമിഷം എനിക്ക് ഒരു ഇടവേള കൂടി ആവശ്യമുണ്ട്. നമ്മൾ ഏറെ നേരമായി ഇതേ വിഷയത്തിൽ തന്നെ നിൽക്കുന്നു. താങ്കൾ പറഞ്ഞതിന്റെ ഒരു വിശദീകരണം എനിക്ക് സമ്പത്തിൽ നിന്ന് കൂടി എടുക്കണം. എനിക്ക് പ്രേമചന്ദ്രനുമുണ്ട്. ഒരു ചെറിയ ഇടവേള, ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. എൻകൗണ്ടർ പരിശോധിക്കുന്നത് ഇരവാദമാണോ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും ഉയർത്തുന്നത് ഡോളർ കടത്ത് വിഷയത്തിൽ എന്നാണ്. CPM പ്രതിനിധി അഡ്വക്കേറ്റ് സമ്പത്ത് ഇവിടെ എനിക്ക് പ്രേമചന്ദ്രൻ ചോദിച്ച ചോദ്യത്തിനും ഒപ്പം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിനുമുള്ള മറുപടി നൽകുന്നതിനോടൊപ്പം എൻ്റെ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്, EDക്കെതിരെ ഈ സർക്കാർ രാഷ്ട്രീയമായ ഏറ്റുമുട്ടലും പ്രതിരോധവും തീരുമാനിച്ചു. CBIക്കെതിരെ ഈ സർക്കാർ തീരുമാനിച്ചു. പക്ഷേ കസ്റ്റംസിനെതിരെ ഇന്ന് മുഖ്യമന്ത്രി രംഗത്ത് വരുമ്പോൾ ഈ 3 അന്വേഷണ ഏജൻസി, ഇനി NIA മാത്രമേ ബാക്കിയുള്ളൂ, ഈ 3 ഏജൻസികൾക്കെതിരെയും ഈ സർക്കാർ ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ ഒരു സംശയം, ഈ തെരഞ്ഞെടുപ്പാണ് എന്ന് കരുതി കസ്റ്റംസ് കമ്മീഷണർക്ക് തങ്ങളുടെ ഔദ്യോഗിക കർത്തവ്യം നിറവേറ്റുന്നതിൽ എന്താണ് തടസ്സം? അവരെന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഇങ്ങനെ ഒരു 164 അവരുടെ കയ്യിൽ കിട്ടിയിട്ട് ഈ 164 ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ഈ ജയിൽ DIG കൊടുത്തിരിക്കുന്ന ഈ ക്രിമിനൽ മിസ്സെല്ലേനിയസ് ഹർജിയിൽ അഫിഡവിറ്റായി സമർപ്പിക്കേണ്ടിയിരുന്നില്ലേ? സ്പീക്കർക്കെതിരെ ഇത്തരത്തിലൊരു സൂചന വന്നപ്പോൾ സ്പീക്കറെ മൊഴിയെടുക്കാൻ വിളിക്കേണ്ടിയിരുന്നില്ലേ? ഐഫോൺ ഉപയോഗിച്ചിരുന്നത് വിനോദിനിയാണെന്ന് കാണുമ്പോൾ ആ ഐഫോണിനെ കുറിച്ച് ചോദിക്കേണ്ടിയിരുന്നില്ലേ? നമ്മൾ എന്താണ് പറയുന്നത്? അന്വേഷണ ഏജൻസികൾക്ക് നിർഭയം അന്വേഷണം നടത്താനുള്ള സാഹചര്യം കൂടി ഒരുക്കണ്ടേ? കുറ്റക്കാരല്ലെങ്കിൽ അന്വേഷണത്തിനൊടുവിൽ പുറത്തു വരുമല്ലോ. അതെ,
ഡോക്ടർ അരുൺ ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളോട് പരമാവധി ഇപ്പോൾ ഞാനത് നീതി പുലർത്തിക്കൊണ്ട് എത്ര പറഞ്ഞാലും എൻ്റെ രണ്ട് ചങ്ങാതിമാരുടെയും രാഷ്ട്രീയം വെച്ചുകൊണ്ട് അവർ സ്വാഭാവികമായി അതിനോട് പൂർണ്ണമായി വിയോജിക്കാൻ തന്നെയാണ് സാധ്യതയെങ്കിലും പറയാതെ നിർവാഹമില്ല. ഒന്നാമത്തെ കാര്യം, ഇതിലെ ഈ പ്രതിയായ വനിത, അപ്പോൾ പേര് ഞാനെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാമെങ്കിൽ ജൂലൈ മുതൽ എന്തായാലും ജയിലിലാണ്. അപ്പോൾ ഈ കേസുകൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര സർക്കാർ എന്നൊരു പദം തന്നെ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ്, അത്തരത്തിലുള്ള വിവിധ ഏജൻസികളുടെ കീഴിലാണ് ഇവരെല്ലാവരും. ജൂലൈ മുതൽ തന്നെ അതുകൊണ്ട് തന്നെ ജയിലിലാണ് ആണല്ലോ. അല്ല, സംസ്ഥാന ഗവൺമെന്റ് ചാർജ് ചെയ്ത കേസുമായി ബന്ധപ്പെട്ടല്ലല്ലോ ഇക്കാര്യത്തിൽ. ഇവിടെ നമ്മളിപ്പോ ഈ ചർച്ച ചെയ്ത ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ളതില് ഇന്നിപ്പോ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഫയൽഡ് ബൈ ഈ കമ്മീഷൻ, എനിക്ക് തോന്നുന്നു മറ്റേതോ ഒരു ശബ്ദം കയറി വരുന്നു, ഏതോ നമ്മുടെ അതിഥിയുടെ ഏതോ ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്റെ ഓഡിയോ കുഴപ്പമില്ലല്ലോ? ഇല്ല, കേൾക്കാം. എന്റെ ശബ്ദം കേൾക്കാം. അരുൺ, ഇതില് യെസ് റൈറ്റ്, ഇതിലിപ്പോ ഈ പ്രിസൺസ് ഡയറക്ടർ ജനറൽ ഓഫ് DGP, പ്രിസൺസ് ജയിൽ DGP ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയതായിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട വിഷയം. അതിലെ ഈ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം കീഴ്ക്കോടതിയിൽ നിന്ന്, അഡീഷണൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയോ അങ്ങനെ എന്തായാലും അത് കീഴ്ക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശം നീക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത്തരത്തിൽ ഇവിടെ ഇങ്ങനെ ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇതിലാണ് ഞാൻ ചോദിച്ചത്, ഈ കേസിൽ എവിടെയാണ് കസ്റ്റംസ് കമ്മീഷണറുടേതായിട്ടുള്ള അങ്ങനെ ഒരു സാങ്കത്യം? അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നത്, സെക്കൻഡ് റെസ്പോണ്ടന്റ് ആരാണ് സാർ? അദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നത് സെക്കൻഡ് റെസ്പോണ്ടന്റ് ആരാണ് സാർ? സെക്കൻഡ് റെസ്പോണ്ടന്റ് ഇവിടെ വാസ്തവത്തിൽ ഈ കേസിനകത്ത് സെക്കൻഡ് റെസ്പോണ്ടന്റ് കമ്മീഷണർ, ഈ പറയുന്ന പിന്നെ കസ്റ്റംസിന്റെ കമ്മീഷണർ അല്ലല്ലോ, പ്രിവന്റീവ് ഓഫീസർ. നോക്കിയത് അതെ, അവിടെ ഇപ്പൊ ആ പ്രിവന്റീവ് ഓഫീസറിന് പകരം കസ്റ്റംസ് കമ്മീഷണർ വന്നു. അല്ല, ഞാനൊന്ന് പറഞ്ഞ കമ്മീഷണറുടെ കീഴിലാണ്. അപ്പൊ ഞാൻ കമ്മീഷണറുടെ കീഴിലാണ് എന്നുള്ള, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്താൽ പോരെ, ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ഡൽഹിയിൽ തന്നെ ഇരിക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഇതിന് നേരെ അദ്ദേഹം തന്നെ ഇങ്ങനെ വന്നാൽ പോരെ? ഐ ആം സ്റ്റെപ്പിംഗ് ഇൻ ടു ദ ഷൂസ് ഓഫ് സോ ആൻഡ് സോ എന്നുള്ള നിലയിൽ ഇതൊന്നും അല്ലല്ലോ വിഷയം. ഇവിടെ കസ്റ്റംസ് വകുപ്പിന്റെ ചുമതലയുള്ള കമ്മീഷണർ ആ അഫിഡവിറ്റ് ഫയൽ ചെയ്തു. അതിലെന്താണ് സംസ്ഥാന സർക്കാരിന് ഇത്ര ബുദ്ധിമുട്ട്? കോടതിക്ക് ബുദ്ധിമുട്ടില്ല. കസ്റ്റംസ് വകുപ്പിന്റെ ഒരു ഹർജിയല്ലേ ഇവിടെ ഇരിക്കുന്നത്. അരുണെ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇവിടെ തനിക്കെതിരെയുള്ള പരാമർശങ്ങൾ നീക്കണമെന്ന് അപേക്ഷിച്ചാണല്ലോ കോടതിയിൽ പോയത് ജയിൽ DGP. തർക്കമുണ്ടോ? ഇല്ലല്ലോ. ആ പെറ്റീഷന് മറുപടിയായിട്ടാണല്ലോ ഇപ്പൊ കസ്റ്റംസ് ഈ പറഞ്ഞ കാര്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വിഷയത്തെ കോടതിയിലേക്ക് കൊണ്ടുവന്നത്. ഒന്നാമതായി കോടതിയുടെ മുമ്പിലുണ്ടായ വിഷയം എന്താണ്? ഈ ഡോളർ കടത്തല്ല ഈ കോടതിയുടെ മുമ്പിലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയം എന്നുള്ളത്. മറ്റൊന്നാണ്, ഇപ്പൊ ജയിലില് ഈ പറഞ്ഞ ഈ വനിതയായ പ്രതിക്കുള്ള സുരക്ഷയെ സംബന്ധിച്ചുള്ളതാണ് വിഷയം. അതിനെയാണ് ഇതുമായി കൂട്ടിച്ചേർക്കുന്നത്. ഇവിടെ 2 മാസം മുമ്പ് 164 സ്റ്റേറ്റ്മെന്റ് എടുത്തതിൽ ഇപ്പോ ഈ ഭരണ തലപ്പത്തുള്ള ആളുകളുടെ നിരവധി പേരുടെ പേരുമായി ബന്ധമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ട് കസ്റ്റംസ് അങ്ങനെയാണെങ്കിൽ തുടർ നടപടികൾ ഇപ്പൊ തെരഞ്ഞെടുപ്പെടുത്തപ്പോഴാണല്ലോ ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ അരുണിനോട് പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മളിതിൽ 3 പേരും വക്കീലന്മാരാണ്. നമ്മളെല്ലാവരും കാട് കണ്ടു മരം കണ്ടില്ല എന്ന് പറഞ്ഞു പോയാൽ അതെങ്ങനെ ശരിയാവുക? ഈ 164 സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച്, 161 സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ഞാൻ അതിന്റെ നിയമപരമായ പ്രാബല്യത്തിലേക്കൊന്നും ഞാൻ വെല്ലുവിളിക്കുകയൊന്നുമല്ല. ചിരിച്ചു കാണിച്ചത് കൊണ്ട് സത്യാവസ്ഥ ആവാതിരിക്കില്ല. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ് ടിൽ ഫയലിംഗ് ചാർജ് ഷീറ്റ് എന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് മാത്രമല്ല, ഈവൻ 161 സ്റ്റേറ്റ്മെന്റ് ഗിവൻ ടു പോലീസ് ഇസ് നോട്ട് അവൈലബിൾ ടു എനിവൺ. തീരുന്നില്ല. സുപ്രീം കോടതിയുടെ വിധിന്യായം എന്തായാലും വക്കീലന്മാർ മാത്രമല്ല, ഡോക്ടർ അരുൺകുമാറും രാജ്യത്തെ ജനങ്ങളും എന്തായാലും സുപ്രീം കോടതിയുടെ വിധിന്യായം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ എന്താ? ഒക്ടോബർ മാസം 2020 8-ാം തീയതി മിസ് എ, വനിതയുടെ പേരായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, മിസ് എ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് ആൻഡ് അനദർ എന്നുള്ളതിനകത്തുള്ള ജഡ്ജ്മെന്റ് ഇതാണ്. ആ ജഡ്ജ്മെന്റിന്റെ പ്രസക്ത ഭാഗം
No person is entitled to a copy of statement recorded under 164 of the CRPC till cognizance is taken and the stage contemplated under section 207 and 208 of the CRPC and not before എന്നുള്ളതും പറയുന്നു. ഇനി വേറൊരു കാര്യം. എനിക്ക് പ്രേമേന്ദ്രൻ മറ്റൊരു ചാനലിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തിട്ട് ഞാൻ തിരിച്ചങ്ങയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാൻ തിരിച്ചങ്ങയിലേക്ക് തന്നെ വരാം. പ്രേമന് വേണ്ടി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ. അല്ല, ശ്രീ സമ്പത്ത് ആവർത്തിച്ച് വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന നിലയിൽ വ്യാഖ്യാനിക്കുകയാണ് ഈ സത്യവാങ്മൂലത്തെ. സമ്പത്തെ ഒരു തെറ്റുമില്ല. പല കേസുകളിലും പ്രിൻസിപ്പൽ ഓഫീസർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫീസർ പ്രതിയായിട്ടുള്ള പല കേസുകളിലും ഗവൺമെൻറ് സെക്രട്ടറി അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നുണ്ട്. അതിൽ എന്ത് പെശക്, എന്ത് തെറ്റാണ്? കമ്മീഷൻ നേരിട്ട് കൊടുക്കുന്നതിനൊരു ഗ്രാവിറ്റി കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അവർമെൻസ് ആണ്, നിയമസഭാ സ്പീക്കർക്കെതിരായിട്ടുള്ള അവർമെൻസ് ആണ്. ആ ഗ്രാവിറ്റി കൂടി അതുകൊണ്ടായിരിക്കണമെന്നില്ല, ഞാൻ ഊഹിക്കുന്നു. അതുകൊണ്ട് കൂടി ആയിരിക്കാം ഒരു പക്ഷേ കമ്മീഷണർ ഈ കാര്യത്തിൽ നേരിട്ട് എത്രയോ കേസുകൾ വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രതിയായിട്ടുള്ള കേസുകളിൽ ഗവൺമെൻറ് സെക്രട്ടറി, വാട്ടർ റിസോഴ്സസിൻ്റെ സെക്രട്ടറി അഫിഡവിറ്റ് ഫയൽ ചെയ്യും. ഒരു കോമൺ നോർമൽ പ്രൊസീജിയറാണ്. അതിനെയാണ് നിങ്ങൾ പ്രതിസ്ഥാനത്തില്ലാത്ത കമ്മീഷണർ പ്രതിസ്ഥാനത്തേക്ക് സ്വയം കയറി വന്നൊരു സത്യവാങ്മൂലം കൊടുത്ത് ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പരാമർശിക്കുന്നത്. എന്തൊരു ബാലിശമായ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒന്ന്. രണ്ട്, വളരെ പ്രസക്തമായിട്ടുള്ള വാദഗതി നേരത്തെ ഇവിടെ ഉന്നയിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുക്കുന്നത്, കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കുന്നത്? അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് 3 എറണാകുളം എക്കണോമിക് ഒഫൻസസിൻ്റെ ACGM 3 കോടതിയിൽ അവിടെ വന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അവിടെ വന്ന എക്കണോമിക് ഒഫൻസസ് കോടതിയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വപ്ന സുരേഷിൻ്റെ ലൈഫിൻ്റെ ത്രെട്ടാണ്. അവരുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഈസ് ഇൻ ഡേഞ്ചർ. അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ഹർജിയിന്മേൽ നടത്തിയ ACJM അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നടത്തിയിട്ടുള്ള ഒബ്സർവേഷൻസ് തനിക്ക് ഹാനികരമാണ് എന്ന് കണ്ടുകൊണ്ട് ജയിൽ DGP അത്തരത്തിലൊരു പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷനെ കൗണ്ടർ ചെയ്യാൻ, ആ ഒബ്സർവേഷൻ നീക്കേണ്ടതില്ല, സ്വപ്ന സുരേഷിന്റെ ജീവന് ഭയമുണ്ട്, ഭീഷണിയുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൗണ്ടർ അഫിഡവിറ്റ്. അതുകൊണ്ട് അവർ ഒരു 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതുകൊണ്ട് അവർക്ക് മാത്രമേ കോടതിയിൽ ഇത് തെളിവായി തന്നെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിന് ഭീഷണിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് ഗോപാലകൃഷ്ണൻ അവസാനിപ്പിക്കണം. ചുരുങ്ങിയ വാക്കുകൾ. അതെ, ഞാനിപ്പോ എൻ്റെ സുഹൃത്ത് പ്രേമചന്ദ്രന് പോകാനുള്ള തിരക്കുകൊണ്ടാണ്. അദ്ദേഹം ഇതിനുകൂടി മറുപടി പറഞ്ഞത് നന്നായി. ഒന്ന്, ഇപ്പോൾ ഈ പറഞ്ഞു വന്ന് കസ്റ്റംസ് ഇതിനകത്തൊരു പ്രൊഫോമ പാർട്ടിയാണല്ലോ, അല്ലാതെ ഒരു കണ്ടസ്റ്റിംഗ് പാർട്ടി അല്ലല്ലോ. കണ്ടസ്റ്റിംഗ് പാർട്ടി അല്ലാത്തതായിട്ടുള്ള ഒരു കണ്ടസ്റ്റിംഗ് റെസ്പോണ്ടന്റ് അല്ലാത്ത കസ്റ്റംസ് ഇപ്പൊ ഈ വിധത്തിൽ കൂടെ അതില് ഡോക്ടർ അരുൺ പറഞ്ഞ കാര്യമുണ്ട്. ഇതെല്ലാം അവർ തന്നെ തെളിയിക്കേണ്ടതാണ്. ആരാണ്? പ്രതിയാണ് തെളിയിക്കേണ്ടത്, ഞങ്ങളല്ല. ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വം ഇല്ല. അപ്പൊ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് തന്നെയാണ്. തീരുന്നില്ല. ഇപ്പോ ഈ ഒരു കസ്റ്റംസിലെ ഉദ്യോഗസ്ഥൻ ആരോ ആവട്ടെ, അദ്ദേഹത്തിൻ്റെതായ ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ച് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലുള്ള നിരവധി കാര്യങ്ങളിൽ അത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ അവരോടൊപ്പമുള്ള പല സഖ്യകക്ഷികൾ അടക്കം അവിടെ പോയി മുമ്പ് കുത്തിയിരുന്നില്ലേ? ഓർമ്മയില്ലേ? അങ്ങനെയാണെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോ? ഇല്ലല്ലോ. ഇവിടെ മഹാരാഷ്ട്രയിൽ തന്നെ ശരത് പവാർ ഒരു കേന്ദ്ര അന്വേഷണ കേന്ദ്ര സർക്കാരിന്റെ ജീവനക്കാരിൽ സംസ്ഥാന സർക്കാരിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുന്നണിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകൾ, 30 സെക്കൻഡ്. വഴങ്ങുന്നില്ല, അത്ര തന്നെ. അല്ല, സമ്പത്ത് നിർത്തിയാൽ ഞാൻ പറയാം. ഞാൻ ഇടക്കൊണ്ടൊക്കെ ഒന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട സമ്പത്തെ, എനിക്ക് മനസ്സിലാവാത്ത 2-3 കാര്യമുണ്ട്. സ്വപ്ന ജനം ചാനലിനെതിരായിട്ട്, ജനം ചാനലിലെ അവതാരകനെതിരായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ ജനം ചാനലിലേക്ക് മാർച്ച് നടത്തി. സ്വപ്ന കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിലെ ആൾക്കാർക്കെതിരായിട്ടോ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ കമ്മീഷണർക്കെതിരായിട്ട് കമ്മീഷണർ ഓഫീസിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തി. ഇതാണോ വൈരുദ്ധ്യാത്മക ഭൗതികവാദം?
ഇതൊരു വൈരുദ്ധ്യാത്മകവാദത്തിന്റെ ലക്ഷണമുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, നമുക്ക് തൽക്കാലം ഇവിടെ ഇത് അവതരിപ്പിക്കുന്നു. ഇത് നമുക്ക് തുടരാം അടുത്ത ദിവസം. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. താങ്കൾക്ക് സമയം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നമുക്കിത് തുടരാം. ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്, 30 സെക്കൻഡ്. അതായത് കാര്യങ്ങൾ നല്ല അക്കാഡമിക് ആയിട്ട് അവതരിപ്പിക്കുന്ന ആളാണ് അരുൺകുമാർ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അഫിഡവിറ്റിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു 3 മന്ത്രിമാരെയും കുറിച്ച് 24 അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തെക്കുറിച്ചാണ് കൂടുതൽ മുന്നോട്ട് വരേണ്ടത്. ഒരു മാധ്യമ പ്രവർത്തകൻ സത്യസന്ധനായി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളെന്ന നിലയിൽ താങ്കൾ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കണം എന്ന് മാത്രമല്ല, സമ്പത്തിന്റെ 3 വാദങ്ങളും ഇന്നിവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്ക് യു ശ്രീ സമ്പത്ത്, താങ്ക് യു ശ്രീ NK പ്രേമചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. Number 1 Election Channel 24.